ദേവീ ശരണം അമ്മേ ബാലാദിത്യനിഭാനനാം ത്രിനയനാം ബാലേന്ദുനാഭൂഷിതാം നീലാകാരസുകേശിനീം സുലളിതാം നിത്യാന്നദാനപ്രദാം ശംഖം ചക്രവരാഭയം ദധതീം സാരസ്വതാർത്ഥപ്രദാം താം ബാലാം ത്രിപുരാം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 34-ാമത്തെ അധ്യായം ആത്മജ്ഞാനവും തദ്വാര എപ്രകാരം മുക്തി നേടാമെന്നുള്ളതിനെയും ദേവി ഹിമവാനും ദേവന്മാർക്കും ഉപദേശിക്കുന്ന ഭാഗങ്ങൾ ആണ് അവലോകനം ചെയ്തു വരുന്നത്. അജ്ഞാനം നശിപ്പിക്കുന്നത് ജ്ഞാനം കൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. കർമ്മം എന്നുള്ളത് അജ്ഞാനജന്യമാണ്. അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഈ കർമ്മങ്ങൾ. അത് ഇരുട്ടിനെ നശിപ്പിക്കാൻ കഴിയാത്തതുമാതിരി അജ്ഞാനം കൊണ്ട്, കർമ്മം കൊണ്ട് അജ്ഞാനത്തിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കർമ്മം കൊണ്ട് ഈ അജ്ഞാനത്തിനെ നശിപ്പിച്ച് ആത്മജ്ഞാനത്തിനെ നേടിയെടുക്കാം എന്ന് വിചാരിക്കേണ്ട എന്ന് പറയാണ്. കാരണം കർമ്മം തന്നെ അജ്ഞാനത്താൽ ഉണ്ടാവുന്നതാണ് കർമ്മം. കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ കർമ്മങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് അജ്ഞാനം നശിക്കുന്നില്ല. ഐക്യം ദേ ദാന ഹോമ വ്രത നിയമ തപ സാഖ്യയോഗൈഹി എന്ന് പറയണു. 7 എണ്ണം അതിൽപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ. അതുകൊണ്ട് അജ്ഞാനം നശിക്കുന്നില്ല. കാരണം കർമ്മത്തിൻ്റെ അജ്ഞാനജന്യം തന്നെയാണ് ഇവയെല്ലാം ഈ പറഞ്ഞതല്ല. കർമ്മം കൊണ്ട് എപ്രകാരമാണോ ഇരുട്ടുകൊണ്ട് ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയാത്തത്, അപ്രകാരം കർമ്മം കൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. അനർത്ഥപ്രദങ്ങളാണ് ഈ കർമ്മങ്ങളൊക്കെ. അവയൊക്കെ വീണ്ടും വീണ്ടും വരും, വീണ്ടും വീണ്ടും ചെയ്യും. ആ കർമ്മങ്ങളിൽ നിന്ന് രാഗവും അതിൽ നിന്ന് ദോഷവും അതിൽ നിന്ന് വലിയ അനർത്ഥങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ ഏതു വിധേനയും ജ്ഞാനം സമ്പാദിക്കാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ശ്രുതിവാക്യം അനുസരിച്ച് കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം കർമ്മം ഉപേക്ഷിച്ച് നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. നഹി കശ്ചിൽ ക്ഷണമഭിജാതുദിഷ്ടത്യകർമ്മകൃത് എന്നാണ് പറയണത്. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കാൻ നമുക്ക് വഴിയില്ല, അവശരാണ്. എല്ലാ ജീവികളും പ്രാണികളും കർമ്മം ചെയ്തേ പറ്റൂ. അത് പശുവാണെങ്കിലും നായാണെങ്കിലും പൂച്ചയാണെങ്കിലും മനുഷ്യനാണെങ്കിലും എല്ലാം കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണല്ലോ ഈ ഭൂമിയിൽ തന്നെ ജനിക്കണത്. കർമ്മഭൂമി എന്നാണ് പറയുക. കർമ്മം ചെയ്യുന്നതായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഈ ഭൂമി എന്നുള്ളത്. അപ്പോൾ ഇവിടെ കർമ്മം ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മത്തിനെ നമുക്ക് വേണമെങ്കിൽ
ജ്ഞാനകർമ്മങ്ങളായിട്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ കണ്ണിനെ കാണാതിരിക്കാൻ, കണ്ണ് തുറക്കാനും കാണാതിരിക്കാനും നിവർത്തിയില്ല. കാതുകൾക്ക് ശ്രവണശക്തി ഉള്ളത് കാരണം കേൾക്കാതിരിക്കാൻ നിവർത്തിയില്ല. നാവിന് സംസാരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. രുചിയായ ഭക്ഷണം കഴിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പം ഈ ഇന്ദ്രിയങ്ങൾക്കൊന്നും അതാതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ നിവർത്തിയൊന്നുമില്ല. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ കർമ്മങ്ങളെ തന്നെ പ്രവൃത്തി മാർഗത്തിലേക്കും നിവൃത്തി മാർഗത്തിലേക്കും പോകുന്ന കർമ്മങ്ങളായിട്ട് രണ്ട് വിധത്തിലുള്ളതിൽ ഇപ്പം നമ്മളൊക്കെ പ്രവൃത്തി മാർഗത്തിലുള്ള കർമ്മങ്ങളാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നിവൃത്തി മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കും. കാതുകളെ കൊണ്ട് ഒന്നും കേൾക്കാതിരിക്കാൻ നിവർത്തിയില്ല, കേട്ട് തന്നെ ഇരിക്കണം. വിരോധമില്ല. അപ്പോൾ ഭാഗവത പാരായണം, നല്ല നല്ല കീർത്തനങ്ങൾ, ഭജനകൾ, സംഗീതം, ഭഗവത് കഥകൾ, ഭഗവത് ഭക്തന്മാരുടെ കഥകൾ, ഇതൊക്കെ അതിനെ കേൾക്കാനായിട്ട് പരിശീലിപ്പിക്കുക. നാവ് കൊണ്ടൊന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല, വിരോധമില്ല. അതും ഇതും പറഞ്ഞിരിക്കുന്ന സമയത്ത് നാരായണനാമോ ദേവീനാമമോ ശിവനാമമോ ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക, ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭാഗവതം, നാരായണീയം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, നമുക്ക് ഒട്ടനവധി ഉണ്ടല്ലോ. നമ്മുടെ ഹൈന്ദവധർമ്മത്തിലെ നമ്മുടെ ആചാര്യന്മാരും ഋഷികളും മുനികളും നമുക്ക് ഒരു ജന്മം മുഴുവൻ, ഒരു ജന്മമല്ല, ഒരു 10 ജന്മം എടുത്ത് പഠിച്ചാൽ തീരാത്തത് അത്രയും ഗ്രന്ഥങ്ങൾ നമുക്ക് അവരൊക്കെ തന്നുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപാധികളായിട്ട് എടുത്തുകൊണ്ട് അത് ചെയ്യുക. കണ്ണുകൊണ്ട് ഭഗവത് രൂപങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുക. സത്സംഗങ്ങളിലേക്ക്, തീർത്ഥാടനങ്ങളിലേക്ക്, ക്ഷേത്രാടനങ്ങളിലേക്ക് പോവുക. അവിടെ ചെന്ന കൈകളെ കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കർമ്മം ചെയ്യാതെ നിവൃത്തിയില്ല. പക്ഷേ ആ കർമ്മങ്ങളെ നമ്മൾ പ്രവൃത്തി മാർഗം ആയിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ പതുക്കെ പതുക്കെ പരിശീലിപ്പിച്ച് മാറ്റി നിവൃത്തി മാർഗ കർമ്മങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ആ ജ്ഞാനകർമ്മങ്ങളായിട്ട് അത് ഭവിക്കും. അതിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള വഴിയും ഉണ്ടാകും. അങ്ങനെ ആ ജ്ഞാനകർമ്മങ്ങളെ കൊണ്ട് കൈവല്യമുണ്ടാക്കുക. അതുകൊണ്ട് കർമ്മം ജ്ഞാനത്തിന് സഹായകവുമാണ്, ഹിതം ചെയ്യുന്നതുമാണ്. അപ്പോൾ കർമ്മം എല്ലാം നമ്മളെ വീണ്ടും വീണ്ടും ജനന മരണത്തിൻ്റെ കാരണമായിക്കൊണ്ടും സുഖദുഃഖാദികളെ അനുഭവിക്കാനായിക്കൊണ്ടും പ്രേരിതമായി ആക്കുന്നത്. ചെയ്യുന്ന കർമ്മങ്ങളെ ഏത് വിധത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ മൂലദണ്ഡം. ഒരു കത്തിയല്ല നല്ലതും ചീത്തയും, ആ കത്തിയുടെ പ്രയോഗമാണ് ആ കത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത്. അടുക്കളയിൽ പച്ചക്കറി മുറിക്കാനായിട്ട്, കഷ്ണങ്ങൾ വെട്ടാനായിട്ട് വെച്ചാൽ നല്ല സാധനമായിട്ട് കത്തി മാറും.